2019 ജൂൺ മാസം പൂവാറിൻ്റെ ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് നടന്നടുക്കുകയായിരുന്നു. രാഖിമോൾ 19-20 വയസ്സുകൾക്കിടയിൽ സ്വന്തം ലോകം സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഒരാൾ. അവളുടെ ജീവിതത്തിൽ വന്നൊരു പ്രണയം അവളുടെ ജീവിതം തന്നെ കവർന്നെടുത്തു. ജോലി ചെയ്യാൻ പുറത്തുപോയ രാഖി പിന്നീട് ഒരിക്കലും ജീവനോടെ വീട്ടിലേക്ക് തിരിച്ചു വന്നതേയില്ല. ഒടുവിൽ ഒരു ഗൃഹനിർമ്മാണം നടക്കുന്ന വീടിൻ്റെ പിൻഭാഗത്ത് മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിൽ അവളുടെ മൃതദേഹം പോലീസ് കണ്ടെത്തുന്നു. അമ്പൂരി രാഖിമോൾ കൊലക്കേസിനെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വെൽക്കം ടു ക്രൈം ഫോളിയോ. രാഖിമോൾ പൂവാറിന് സമീപം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച പെൺകുട്ടി. വളരെയധികം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നുമില്ലാത്ത സാധാരണക്കാരി പെൺകുട്ടി. കുട്ടിക്കാലം മുതൽ തന്നെ ആരെയെങ്കിലും വിശ്വസിച്ചാൽ അവരെ പൂർണ്ണമായി മനസ്സിലിട്ട് സ്നേഹിക്കുന്ന സ്വഭാവമായിരുന്നു രാഖിയുടേത്. അങ്ങനെയിരിക്കെ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് അഖിൽ എസ് നായർ, ആർമിയിൽ ജോലി ചെയ്യുന്ന യുവാവ്. ആദ്യകാലത്ത് അവരുടെ പ്രണയം ആരും വളരെ ഗൗരവമായി എടുത്തില്ല. പക്ഷേ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ അവരുടെ ബന്ധം ശക്തമായി. ഒരുമിച്ച് നടക്കണം, ഒരുമിച്ച് ജീവിക്കണം, എല്ലാം സ്വപ്നം കണ്ടു തുടങ്ങി അവർ. രണ്ടുപേരും തമ്മിലുള്ള ബന്ധം പലർക്കും അറിയാമായിരുന്നു. ചില സ്ഥലങ്ങളിൽ രാഖിമോൾ അഖിലിൻ്റെ ഭാര്യയാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അവർ തമ്മിൽ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ അഖിലിൻ്റെ വീട്ടുകാർ അവൻ്റെ വിവാഹം വേറൊരു പെൺകുട്ടിയുമായി ഉറപ്പിക്കുന്നു. ആർമിയിൽ ജോലി ചെയ്യുന്ന ആൺകുട്ടികളെ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം നാട്ടിൽ കൂടുതലാണ്. പക്ഷേ രാഖിമോൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. അവൾക്ക് തോന്നിയത്, ഇത്രയും വർഷം ഞാൻ അവനൊപ്പം നിന്നു, ഇനി അവൻ എന്നെ ഉപേക്ഷിക്കുമോ? അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഇല്ലാതാവുമോ? ഈ വലിയ വിഷമം അവളുടെ സുഹൃത്തുക്കളോടും വീട്ടുകാരോടും അവൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അഖിൽ എന്നെ ദ്രോഹിച്ചാൽ ഞാൻ അവൻ്റെ ജീവിതം പോലും ഇല്ലാതാക്കും എന്നാണ് അവൾ പറഞ്ഞിരുന്നത്. സത്യത്തിൽ അതൊരു ഭീഷണിയല്ലായിരുന്നു, അവളുടെ വേദനയായിരുന്നു. അഖിലിനും അവൻ്റെ സഹോദരൻ രാഹുലിനും സുഹൃത്ത് ആദർശിനും അത് അപകടകരമായി തോന്നി. ഈ പെൺകുട്ടി നമ്മുടെ ജീവിതം നശിപ്പിക്കും, വിവാഹം പോലും തകർക്കും എന്നവർ കരുതി. അതോടെ അവളെ ഇല്ലാതാക്കിയാൽ മാത്രമേ സുഖമായി ജീവിക്കാനാകൂ. അതുകൊണ്ട് അവളെ ഇല്ലാതാക്കണം എന്നവർ തീരുമാനിച്ചു. 2019 ജൂൺ 21 പൂവാറിലെ ഒരു സാധാരണ വെള്ളിയാഴ്ച, മഴ പെയ്യുന്ന കാലം. രാവിലെ വീട്ടിൽ പതിവ് ജോലികൾ നടക്കുന്നു. ഞാൻ ജോലിക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് രാഖിമോൾ പുറത്തേക്ക് പോകുന്നു. പക്ഷേ വീട്ടുകാർ അവളെ അവസാനമായി കാണുന്ന നിമിഷം അതാകുമെന്ന് ആരും കരുതിയിരുന്നില്ല. അന്ന് വൈകിട്ട് രാഖിമോൾ തിരിച്ചെത്തേണ്ട സമയം കഴിഞ്ഞു. ആദ്യം വീട്ടുകാർക്ക് വലിയ ആശങ്കയൊന്നുമില്ലായിരുന്നു. ട്രാഫിക് മൂലമാകാൻ ലേറ്റാകുന്നത്, അല്ലെങ്കിൽ കൂട്ടുകാരെ ആരെങ്കിലും കണ്ട് സംസാരിച്ച് നേരം വൈകിയതാകാം എന്നവർ കരുതി. പക്ഷേ രാത്രി 9, 10, 11 അങ്ങനെ സമയം പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരിക്കലും രാഖി താമസിച്ച് വീട്ടിലെത്താറേ ഉണ്ടായിരുന്നില്ല. ഫോൺ വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു. സാധാരണ എവിടെ പോയാലും അവൾ വീട്ടിൽ പറഞ്ഞിട്ട് മാത്രമേ പോകാറുണ്ടായിരുന്നുള്ളൂ. തൊട്ടടുത്ത ദിവസം അവർക്ക് രാഖിയുടെ നമ്പറിൽ നിന്നൊരു മെസ്സേജ് ലഭിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം പോകുന്നു, ഇനി വീട്ടിലേക്ക് വരില്ല, എന്നെ അന്വേഷിക്കേണ്ട എന്നതായിരുന്നു ആ മെസ്സേജ്. ആ വാചകങ്ങൾ വായിച്ചപ്പോൾ തന്നെ വീട്ടുകാർക്ക് സംശയം തോന്നി. രാഖി മെസ്സേജ് അയക്കുന്ന രീതിയിലല്ല മെസ്സേജ് വന്നിരിക്കുന്നത്. അതുപോലെ സുഹൃത്തുക്കളിൽ ചിലർക്കും അതേ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതോടെ കുടുംബം ഉറപ്പിച്ചു ആ സന്ദേശം മറ്റൊരാൾ അയച്ചതാണ്. രാഖിമോളുടെ അച്ഛൻ നേരിട്ട് പൂവാർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എൻ്റെ മകൾ കാണാതായി, ഈ മെസ്സേജുകൾ എൻ്റെ മകൾ അയച്ചതായി തോന്നുന്നില്ല, അവളെ ആരോ അപായപ്പെടുത്തിയതാണ് എന്ന് രാഖിമോളുടെ അച്ഛൻ പോലീസിനോട് പറഞ്ഞു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സാധാരണ കാണാതാകൽ കേസ് പോലെ അവർ അന്വേഷണം ആരംഭിച്ചു. പക്ഷേ SMS ഉള്ളടക്കം, ഫോൺ സ്വിച്ച് ഓഫ് ആകൽ എല്ലാം തന്നെ സംശയകരമായിരുന്നു. പോലീസ് ടെലികോം കമ്പനി വഴി മൊബൈൽ ടവർ വിവരങ്ങൾ ശേഖരിച്ചു. രാഖിമോൾ കാണാതായ ദിവസത്തെ അവസാന സിഗ്നൽ അവൾ പോകുമെന്ന് പറഞ്ഞു പോയ ജോലിസ്ഥലത്തിൻ്റെ വഴിയിലല്ല, അത് അമ്പൂരി ഭാഗത്തായിട്ടാണ് കാണിക്കുന്നത്. അതേസമയം പോലീസിന് കിട്ടിയ മറ്റൊരു വിവരം, ആ ദിവസത്തെ അവളുടെ സിം കാർഡ് മറ്റൊരു മൊബൈലിൽ ഇടുകയും അതിൽ നിന്ന് SMS അയക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഉറപ്പിച്ചു, ഈ സന്ദേശം രാഖി അല്ല അയച്ചത്, അവളുടെ മൊബൈൽ എടുത്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഒരു പേര് ആവർത്തിച്ച് കേൾക്കാൻ തുടങ്ങി. അഖിൽ എസ് നായർ, ആർമിയിൽ ജോലി ചെയ്യുന്ന യുവാവ്, രാഖിമോളുമായി വർഷങ്ങളായി ബന്ധം പുലർത്തിയിരുന്ന ആൾ. രാഖിമോളുടെ കുടുംബം കണ്ണീരുകൊണ്ടും ആശങ്ക കൊണ്ടും ദിവസങ്ങൾ തള്ളി നീക്കി.
പോലീസിന് തെളിവുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ഇതൊരു സ്വാഭാവിക കാണാതാവലല്ല, ഇവിടെ ഒരു അക്രമത്തിൻ്റെ പ്രത്യേകതയിൽ ഒളിഞ്ഞിരിക്കുന്നു എന്നവർക്ക് മനസ്സിലാകുന്നു. രാഖിമോൾ കാണാതായത് കുടുംബത്തിനും നാട്ടുകാർക്കും വലിയൊരു ചോദ്യചിഹ്നമായി. പക്ഷേ ദിവസങ്ങൾ കടന്നിട്ടും രാഖിമോൾ തിരിച്ചെത്തിയില്ല. അവളുടെ മൊബൈൽ ഇപ്പോഴും സ്വിച്ച്ഡ് ഓഫ് തന്നെയാണ്. പിന്നെ പോലീസ് അന്വേഷണം ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോയി. പോലീസ് ടെക്നിക്കൽ ടീം സന്ദേശങ്ങളുടെ ഉറവിടം പരിശോധിച്ചു. അവളുടെ സിം കാർഡ് എടുത്ത് മറ്റൊരാളുടെ ഫോണിലിട്ടിട്ടാണ് SMS അയച്ചിരിക്കുന്നത്. അതായത് രാഖിമോൾ അല്ല സന്ദേശം അയച്ചത്. കൂടുതൽ പരിശോധനയിൽ ആ ഫോൺ അഖിലിൻ്റെ സഹോദരൻ രാഹുലിൻ്റെ പേരിലുള്ളതാണെന്ന് പോലീസ് മനസ്സിലാക്കുന്നു. ഇത് പോലീസിന് വലിയൊരു സൂചനയായി. എന്തിന് രാഹുൽ രാഖിയുടെ സിം കാർഡ് എടുത്ത് അവൻ്റെ ഫോണിലിട്ട് സന്ദേശം അയക്കണം? അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ എന്നൊക്കെ പോലീസ് ചിന്തിക്കാൻ തുടങ്ങി. കോൾ ഡീറ്റെയിൽ റെക്കോർഡ്സ് പോലീസ് എടുക്കുന്നു. രാഖിമോൾ കാണാതായ സമയത്ത് അവളുടെ ഫോൺ അമ്പൂരി ഭാഗത്താണ് സജീവമായി ഉണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കുന്നു. അതേ സമയത്ത് അഖിലിൻ്റെ ഫോണും സഹോദരൻ രാഹുലിൻ്റെ ഫോണും സുഹൃത്ത് ആദർശിൻ്റെ ഫോണും അതേ ടവർ ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പോലീസിന് തെളിവ് ലഭിക്കുന്നു. അതൊരു സാധാരണ യാദൃശ്ചികതയല്ല എന്ന് പോലീസ് ഉറപ്പിച്ചു. ഈ 3 പേരും ഒരുമിച്ചുണ്ടായ ദിവസം തന്നെയാണ് രാഖിമോൾ കാണാതായിരിക്കുന്നത്. കൂടുതൽ പരിശോധനയിൽ പോലീസ് ചില സാധനങ്ങൾ കണ്ടെത്തി. രാഖിമോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളുടെ ഭാഗങ്ങൾ, അവളുടെ മൊബൈൽ ഫോൺ, പൊട്ടിപ്പിളർന്ന സിം കാർഡ്, ചില കയറിൻ്റെ തുണിത്തരങ്ങൾ എല്ലാം അഖിലിൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് കണ്ടെത്തുന്നു. വൈകാതെ അഖിൽ, രാഹുൽ, ആദർശ് 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പോലീസ് ചോദ്യം ചെയ്യലിൻ്റെ സമ്മർദ്ദം കൂട്ടി. രാഹുലിനെയും ആദർശിനെയും വേർതിരിച്ച് ചോദ്യം ചെയ്തു. ഒടുവിൽ അവരിലൊരാൾ എല്ലാം തുറന്നു പറഞ്ഞു. അതെ, രാഖിമോൾ ഇനി ജീവനോടെയില്ല. അവളെ ഞങ്ങൾ അമ്പൂരിയിലെ വീടിൻ്റെ പിൻഭാഗത്ത് കുഴിച്ചിട്ടു. അത് കേട്ട് അന്വേഷണ സംഘം ഞെട്ടിപ്പോയി. ഒരു സാധാരണ കാണാതാവൽ കേസ് ഇപ്പോൾ ഒരു ഭീകരമായ കൊലക്കേസായി മാറിയിരിക്കുന്നു. പോലീസിന് അവരെ അമ്പൂരിയിലെ വീടിൻ്റെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു വീടിൻ്റെ നിർമ്മാണം നടക്കുകയായിരുന്നു. വീട് പകുതി പൂർത്തിയായി. എന്നാൽ പുറകുവശത്ത് ആരും ശ്രദ്ധിക്കാത്തൊരു മണ്ണിൻ്റെ കുഴി. ആ മണ്ണിൻ്റെ മുകളിലാകട്ടെ ചെറിയൊരു മാറ്റവും. മണ്ണ് കുഴിക്കാൻ തുടങ്ങും തോറും പോലീസും നാട്ടുകാരും ശ്വാസം പിടിച്ചു നിന്നു. ആഴം കൂടുമ്പോൾ ഒരു സ്ത്രീയുടെ വസ്ത്രത്തിൻ്റെ ഭാഗം മണ്ണിൽ നിന്നും പുറത്ത് തെളിഞ്ഞു കണ്ടു. അത് കണ്ട നിമിഷം എല്ലാവരും ഉറപ്പിച്ചു, ഇത് രാഖിമോളുടെ ശവശരീരം തന്നെ. ശരീരം പരിശോധിച്ചപ്പോൾ ബോഡി വേഗം ചീഞ്ഞു പോകാനായി ഉപ്പിട്ടിരിക്കുന്നുവെന്ന് പോലീസ് മനസ്സിലാക്കി. അതായത് കൊലപാതകം മാത്രമല്ല, അത് മറച്ചു വയ്ക്കാനുള്ള തന്ത്രങ്ങളും അവർ ചെയ്തിരിക്കുന്നു. അവളെ കയർ കൊണ്ട് കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം ശരീരം അഖിലിൻ്റെ വീടിൻ്റെ പിന്നാമ്പുറത്ത് കുഴിച്ചിട്ടു. ഡീകമ്പോസിഷൻ വേഗത്തിലാകാൻ ഉപ്പും ഉപയോഗിച്ചു. പിടിക്കപ്പെടാതിരിക്കാൻ ഫോണെടുത്ത് വ്യാജ SMS-കളും അയച്ചു. ഒരു കാലത്ത് ജീവിതം ഒരുമിച്ച് നയിക്കാമെന്ന് സ്വപ്നം കണ്ട 2 പേർ ഒടുവിൽ ഒരാൾ മറ്റൊരാളുടെ കൊലപാതകിയായി. പോലീസ് ഉറപ്പിച്ചു, അഖിലും സഹോദരൻ രാഹുലും സുഹൃത്ത് ആദർശും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കൊലപാതകമാണിത്. വിവിധ തെളിവുകൾ പോലീസ് ശേഖരിച്ചു. മൊബൈൽ ടവർ ലൊക്കേഷൻ, വ്യാജ SMS തെളിവുകൾ, ഫോൺ റെക്കോർഡുകൾ, കയറിൻ്റെ ഭാഗങ്ങൾ, അവളുടെ വസ്ത്രങ്ങൾ, ഇതെല്ലാം ചേർത്ത് പോലീസിൻ്റെ ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിച്ചു. അവരുടെ വാദം വ്യക്തമായിരുന്നു, ഇത് മുൻകൂട്ടി ആലോചിച്ച് ചെയ്ത കൊലപാതകമാണ്. കോടതിയിൽ വിചാരണ ആരംഭിച്ചു. രാഖിമോളുടെ കുടുംബം കണ്ണീരോടെ സാക്ഷ്യം പറഞ്ഞു. അവൾ ഒരിക്കലും വീട്ടിൽ നിന്ന് ഒളിച്ചോടില്ലായിരുന്നു. അവളെ ക്രൂരമായി കൊന്നുകളഞ്ഞതാണ്. പോലീസിൻ്റെ സാക്ഷികളും ഫോറൻസിക് വിദഗ്ധരും ടെലികോം തെളിവുകളും എല്ലാം കൂടി അഖിലും കൂട്ടരും കുറ്റക്കാരാണെന്ന ചിത്രം തെളിയിച്ചു. അഖിൽ മറ്റൊരാളുമായി വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലെത്തിയപ്പോൾ രാഖിമോൾ അതിനെ തടയാൻ ശ്രമിച്ചു. അവളുടെ നിലപാട് അഖിലിനും കുടുംബത്തിനും ഭീഷണിയായി തോന്നി. അതുകൊണ്ട് അവർ അവളെ മാറ്റി നിർത്താൻ തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ പറയുന്ന ഈ കൊലപാതക കഥ എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. വർഷങ്ങൾ നീണ്ട വിചാരണയ്ക്ക് ശേഷം 2023 ജൂൺ മാസത്തിൽ തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ വിഷ്ണു വിധി പ്രസ്താവിച്ചു. അഖിൽ എസ് നായർ, രാഹുൽ ആർ നായർ, ആദർശ് എന്നിവർ നടത്തിയ കൊലപാതകത്തിനും തെളിവുകൾ നശിപ്പിച്ചതിനും കുറ്റക്കാരാണ്. ആജീവനാന്ത തടവ് 3 പേർക്കും വിധിക്കുന്നു. അതുപോലെ ഓരോരുത്തരും 4 ലക്ഷം രൂപ വീതം പിഴയടയ്ക്കണം. വിധി കേട്ടപ്പോൾ രാഖിയുടെ അമ്മ കണ്ണീരോടെ പറഞ്ഞു, എൻ്റെ മകൾ ഇനി വരില്ല, പക്ഷേ അവൾക്ക് നീതി കിട്ടി. അതുകൊണ്ട് അവളുടെ ആത്മാവിന് ശാന്തി കിട്ടും. നമ്മൾ ഇന്ന് പറഞ്ഞ ഈ കഥ ഒരു പാഠമാണ്. സ്നേഹം ഒരാളുടെ ജീവൻ എടുക്കാനുള്ളതല്ല, ജീവൻ രക്ഷിക്കാനുള്ളതാണ്. ഇതായിരുന്നു അമ്പൂരി രാഖിമോൾ കൊലക്കേസ്. നിങ്ങൾക്ക് ഈ കേസിനെ പറ്റി എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തൂ.
മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി വീണ്ടും വരാം. അതുവരെ സൂക്ഷിക്കൂ, കരുതിയിരിക്കൂ.